ചാലക്കുടി അന്നനാട് വേലിപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്കിനോടനുബന്ധിച്ച് വന്ന കുറച്ച് ഗജനിരയെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ഗജവീരൻ ഏഷ്യൻ ആനകളിൽ ശരീരഭാരം കൊണ്ട് ഏതൊരുവനെയും പിന്നിലാക്കുന്ന ഉത്കണ്ഠ പെരുമാൾ. കേരള കർണാടക അതിർത്തിയിൽ ജന്മം കൊണ്ട് 1996 ഗുരുവായൂരപ്പൻ്റെ ദാസനായി ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവിൻ്റെ നായകസ്ഥാനം വഹിച്ചു വരുന്ന സഹ്യവാരണ പ്രഭു. സീസണിൽ വളരെ നീണ്ട നീരുകാലം തന്നെയാണെങ്കിലും മതപ്പാടിൽ വളരെ ശാന്ത സ്വഭാവം ആയതുകൊണ്ട് ഉന്നത്തൂർ കോട്ടയിലെത്തുന്ന സന്ദർശകർക്ക് ആദ്യ ദർശനം നൽകുന്ന ഒരു ഗജവീരനാണ് നമ്മുടെ ഗുരുവായൂർ നന്ദൻ. രണ്ടാമത്തെ ഗജവീരൻ അക്ഷരനഗരിയിൽ നിന്നും പൂരനഗരിയിലേക്ക് ചേക്കേറിയ കാനനവാസ നാമധേയൻ. പെരുമുഖത്തെ വ്യത്യസ്തയാർന്ന മതഗിരികളും കണ്ണിന് ചുറ്റും കൂളിംഗ് ഗ്ലാസ് വെച്ചതുപോലുള്ള കറുത്ത നിറവുമാണ് ആനപ്രേമികൾക്ക് എളുപ്പത്തിൽ ഈ ഗജവീരനെ തിരിച്ചറിയാവുന്ന ട്രേഡ് മാർക്കുകൾ. ആറന്മുളയപ്പനെയും വൈക്കത്തപ്പനെയും തിരുനക്കരത്തേവരെയും ശിരസാവഹിച്ച പുണ്യവുമായി മച്ചാട് ആനത്തറവാട്ടിലെ ഏട്ടന്മാരുടെ കുഞ്ഞനുജൻ. ഏതൊരു കൂട്ടത്തിൽ കയറ്റി നിർത്തിയാലും തൻ്റേതായ നിലവുകൊണ്ട് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ആനക്കുട്ടി മറ്റാരുമല്ല, അത് നമ്മുടെ മച്ചാട് ശ്രീ അയ്യപ്പൻ. മൂന്നാമത്തെ ഗജവീരൻ ഇരുത്തം വന്ന ആനക്കർ കൈകാര്യം ചെയ്തതുകൊണ്ടും വഴി നടക്കുന്നതുകൊണ്ടും പ്രസിദ്ധിയാർജിച്ച ഒരു ആനപ്പിറവി. തൃശ്ശൂരിലെ ഒട്ടുമിക്ക പൂരപ്പറമ്പുകളിലെയും നിറസാന്നിധ്യം. മതപ്പാടിൽ ഏതൊരാനയും ആനക്കാരനോടുള്ള രോഷം തീർക്കുന്നത് ചങ്ങല വലിച്ചും കൊമ്പ് മണ്ണിൽ കുത്തിയുമായിരിക്കും. പക്ഷേ ഈ കരിവീരൻ്റെ കാര്യത്തിൽ പാപ്പാൻ്റെ തലവട്ടം പോയിട്ട് അവരുടെ മണം കിട്ടിയാൽ തന്നെ അടുത്തേക്ക് പോലും വരുവാൻ കഴിയാത്ത വിധം തുടങ്ങുന്ന അഭ്യാസ പ്രകടനങ്ങൾ ആനക്കാർക്ക് ഒരു പരിധി വരെ തലവേദന ആകാറുണ്ട്. ആനയുടെ ശരീരത്തിനൊത്ത അതല്ലെങ്കിൽ അതൊരൽപ്പം കൂടുതൽ ഉള്ള ചെവി വലിപ്പവും മസ്തകവിരിവും തന്നെയാണ് ഈ ഗജവീരൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതകൾ. ഈ ഗജവീരൻ മറ്റാരുമല്ല, മച്ചാട് ധർമ്മനാണ്. നാലാമത്തെ ഗജവീരൻ കൊച്ചി പട്ടണത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചെറിയ ഉത്സവ പരിപാടികളുമായി നടന്നിരുന്നൊരു പയ്യൻ ഉടനെ ഒരു നാൾ പൂരത്തിൻ്റെ നാട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയും എത്തേണ്ട കൈകളിൽ എത്തിയപ്പോൾ അവൻ്റെ ശരീരത്ത് വന്ന സൗന്ദര്യവും ഉത്സവ കേരളം അവന് ചാർത്തിക്കൊടുത്ത നാമവും അഴകിൻ്റെ ആട്ടക്കാരൻ. കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആറാട്ടുപുഴ പൂരത്തിന് മന്ദാനക്കടവിൽ നടന്ന സംഭവം. മുറിവാലി എന്നൊരു ചെറിയൊരു കുറവ് മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടും ആനപ്രേമികളുടെ മനസ്സ് കൈയടക്കാൻ കഴിയുന്ന സൗന്ദര്യ സ്വരൂപം മറ്റാരുമല്ല, നമ്മുടെ മച്ചാട് ഗോപാലൻ. അഞ്ചാമത്തെ ഗജവീരൻ മാമാങ്ക നാട്ടിലെ ആനത്തറവാടായ മച്ചാട് ഗ്രൂപ്പിൻ്റെ വലിയാന. ആനകേരളം കണികൊണ്ടുണരാൻ കൊതിച്ചിരുന്ന അഴകിൻ്റെ തമ്പുരാൻ, തിരുവമ്പാടി ശിവസുന്ദരൻ്റെ രൂപസാദൃശ്യമുള്ള തമ്പുരാൻ കുട്ടി. കൂട്ടാനകളോട് ചെറിയ പേടിയുണ്ടെങ്കിലും ആനക്കാരൻ കൊമ്പ് പിടിച്ച് മുന്നിലുണ്ടെങ്കിൽ ഏതൊരു വലിയവനോടൊപ്പവും മത്സരിച്ച് കയറി നിൽക്കുന്ന ഐശ്വര്യ ശ്രീമാൻ. പൂരത്തിൻ്റെ നാട്ടിലെ അഴകിൻ്റെ സിംഹാസനം അലങ്കരിക്കാൻ ആനപ്രേമികൾ കാത്തിരിക്കുന്ന സുന്ദര കില്ലാടി മറ്റാരുമല്ല, നമ്മുടെ മച്ചാട് ജയറാം. ആറാമത്തെ ഗജവീരൻ കേരളത്തിൽ ജനിച്ച ആസാമി ആനക്കുട്ടി. പേരുകേട്ട സർക്കസ് കമ്പനിയായ ജെമിനി സർക്കസിൻ്റെ കൂടാത്തിൽ പിറന്നു വീണ് അഭ്യാസങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കും മുന്നേ കണ്ണൻ്റെ ഗജസമ്പത്തിലേക്ക് കടന്നു വന്ന ഗജകുമാരൻ. ആനയ്ക്ക് സൗന്ദര്യമേറും വിധം പിരമുഖത്തുള്ള മതഗിരികൾ തന്നെയാണ് ഏതൊരു കൂട്ടത്തിൽ നിന്നും ഈ ഗജവീരനെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ ഗുരുവായൂരപ്പനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ച ആനകളിൽ ഒരു ഗജവീരൻ തന്നെയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഗുരുവായൂർ ബൽറാം. ഏഴാമത്തെ ഗജവീരൻ. ഏതൊരു ആനക്കാരനും ഈ ഗജവീരനെ കുറിച്ച് ആദ്യം പറയുന്ന അഭിപ്രായം ബുദ്ധിയുടെ കാര്യത്തിൽ 1-ാം നമ്പർ എന്നായിരിക്കും. പ്രായത്തിലുപരി വളർച്ചയും ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള കൈവിട്ട കളികളുമുള്ള ഗുരുഭവനപുരിയിലെ ഗജരാജ കില്ലാടി 4-ാം വയസ്സിൽ തന്നെ ആനക്കോട്ടയിലെത്തുകയും തന്നിൽ ചാർജ് എടുത്തിട്ടുള്ളവർക്കെല്ലാം തന്നെ ഇരട്ടച്ചൻസ് എന്ന വാക്കിനർത്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആനജന്മം. നന്ദനും ഇന്ദ്രസെന്നുമെല്ലാം അരങ്ങു വാഴുന്ന ആനക്കോട്ടയിലെ ഭാവിയിലെ സിംഹാസനം അലങ്കരിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനായ കരിവീര സുന്ദര കേസരി
DD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗുരുവായൂരിൻ്റെ സ്വന്തം ദാമോദർ ദാസ്.